4 പേരെ കൊന്ന ഒരാൾക്ക് വധശിക്ഷ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു കേരളത്തിലെ ജനങ്ങളെല്ലാവരും. ഇന്നലെ മുതൽ ചാനലുകാർ അതിനെ മാക്സിമം അങ്ങ് അഗ്രിവേറ്റ് ചെയ്ത് നമ്മളെല്ലാം അങ്ങനെ ചൂട് പിടിപ്പിച്ചിരുത്തി. ഈ പറയുന്നത് കേട്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഏതായാലും അവനെ വെറുതെ വിട്ടില്ല എന്നൊരൊറ്റ ആശ്വാസം മാത്രമേ ഉള്ളൂ. 4 പേരെ കൊന്നു എന്നുള്ളത് മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം. സ്വന്തം അച്ഛനെയും അമ്മയും പെങ്ങളെയും കൊന്ന ഒരാളുടെ കാര്യമാണ് ഈ പറയുന്നത്. ഈ വ്യക്തിക്ക് ദയ അർഹിക്കുന്നു എന്ന് പറഞ്ഞൊരു വക്കീൽ വാദിക്കുമ്പോൾ അവിടെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ജഡ്ജി അല്ലെങ്കിൽ ജഡ്ജിമാരുടെ ഒരു ടീം അവരെന്തായിരിക്കും അവരുടെ മനസ്സിലുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങൾ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും സ്വന്തം മുഖം രക്ഷിക്കാൻ നോക്കുകയാണ്. ഒരു വക്കീൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവിടെ പ്രസന്റ് ചെയ്യുന്നു, അപ്പോൾ ആ കുറ്റകൃത്യത്തിന്റെ അതിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ ഒരു വെയിറ്റേജ് അത് പലപ്പോഴും കുറഞ്ഞു പോവുകയാണ്. ഇന്ന് ഉച്ചയായപ്പോഴേക്കും ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ഈ TV ചാനൽ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ ഭാര്യ ഒട്ടിന്ന് പറയുന്നത് കേട്ടു, അവന് വധശിക്ഷ കൊടുത്താൽ പോരെ, അതിൽ കൂടുതൽ എന്തെങ്കിലും കൊടുക്കണം എന്ന് പറയുമ്പോൾ ഞാൻ എന്താ പറഞ്ഞെന്നറിയോ, അവന് വധശിക്ഷ കൊടുക്കില്ല, അവനെ എല്ലാം കഴിയുമ്പോഴത്തേക്ക് അവസാനം നോക്കിക്കോ ഒരു ജീവപര്യന്തം കൊടുത്തിട്ട് അങ്ങ് വിടും, എന്തെങ്കിലും പെനാൽറ്റി കൂടെ അടിക്കും. ഇതെൻ്റെ പ്രിഡിക്ഷൻ ഒന്നും അല്ലായിരുന്നു. ഈ കേരളത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ആണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവന് ഈ പറഞ്ഞ വധശിക്ഷ കിട്ടില്ല എന്നും. 2017 നടന്ന കുറ്റകൃത്യം 7 വർഷത്തോളം കഴിഞ്ഞു, ഒരുപാട് കാലം ജയിലിൽ കിടന്നു. അതുകൊണ്ട് തന്നെ അവന് കുറച്ച് കൺസിഡറേഷൻ അല്ലെങ്കിൽ പരിഗണന കിട്ടും. ഇത്രയും കാലം ജയിലിൽ കിടന്നവനല്ലേ, പാവം അല്ലേ. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും കോടതി ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവർ ഈ പ്രതിയെക്കുറിച്ച് സംസാരിക്കുന്ന അല്ലേ ഡെഫിനേഷൻ കൊടുക്കുന്നത്. ഇവൻ്റെ പേര് ഞാൻ ഉച്ചരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇവൻ എന്ന് പറയുന്നത്. ഇവൻ അവൻ്റെ അമ്മയെ കൊന്നു, ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ അച്ഛനെ കൊന്നു, പെങ്ങളെയും കൊന്നു. അത് കഴിഞ്ഞിട്ടോ അവൻ 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പായിട്ട് അവരുടെ ഒരു ബന്ധുവിനെ കൂടെ കൊന്നു. ഇവനൊരു മാനസിക രോഗിയല്ല, ഇവൻ ആഗ്രഹിക്കുന്നതെന്നോ നടക്കാതിരുന്നുകൊണ്ട് ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങളാണ് ഇതെല്ലാം. ബാക്കി കാര്യങ്ങളൊക്കെ TV ചാനലുകാർ നിങ്ങളോട് പറഞ്ഞു കാണും. അവനെല്ലാം പ്ലാൻ ചെയ്താണ് ചെയ്തത്. അവൻ ആ കോടാലി അല്ലെങ്കിൽ ആ മഴു എന്ന് പറയുന്ന സാധനം അവൻ ഓൺലൈൻ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ ഇതിനെല്ലാത്തിനും കൂടെ ഒന്നിച്ചെടുത്തിട്ട് തീ കത്തിച്ചു, പെട്രോൾ മേടിച്ചുകൊണ്ട് വന്നത് മതിലിയാടിയാണ്. എന്തെല്ലാം കാര്യങ്ങൾ അവൻ ചെയ്ത്. അവൻ ചെന്നൈ പോയി റൂം എടുത്തു. ഇങ്ങനെ എല്ലാം തന്നെ അവന് ആ സമയത്ത് മനസ്സിൽ തോന്നിയ പോലെയൊക്കെ അവനങ്ങ് ചെയ്തു. അതായത് ഒരു ക്രിമിനലിന് ഉണ്ടാകാവുന്ന എല്ലാ വികാര വിക്ഷോഭങ്ങളും അവനിലുണ്ടായി. അവനൊരു ബോൺ ക്രിമിനലാണ്. ഇവന് ഈ ക്രൈമിലേക്ക് എന്തുകൊണ്ട് വന്നു? ഇവനെ പഠിക്കാൻ വിട്ടു, നേരെ ചൊവ്വേ പഠിച്ചില്ല, തോറ്റിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് അവനെ വിദേശത്ത് വിട്ടു, എന്തെങ്കിലും പോയി ജോലി ചെയ്ത് രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ട് അവിടെയും പോയിട്ട് കുറേ കാശ് മുടിപ്പിച്ചിട്ട് വന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുത്തനോട് വീണ്ടും അവൻ്റെ അപ്പൻ എന്ത് ചെയ്യണം, അല്ലെ അവൻ്റെ അമ്മ എന്ത് ചെയ്യണം, വീണ്ടും ഇങ്ങനെ കാശ് പറക്കി കൊടുത്തുകൊണ്ടിരിക്കണോ? അപ്പോൾ അവന് അമ്മയോടും അപ്പനോടും വൈരാഗ്യമായി. ഇതെന്താ ഈ നാട്ടിലെങ്കിലും അപ്പനും അമ്മയൊന്നും ഇല്ലേ, നമുക്കാർക്കും പിള്ളേരൊന്നും ഇല്ലേ, അല്ല നമ്മളൊക്കെ ആരെങ്കിലുമൊക്കെ മക്കളല്ലായിരുന്നോ? അപ്പനും അമ്മയ്ക്ക് എന്തുമാത്രം ദേഷ്യപ്പെട്ടിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞില്ല ഇങ്ങോട്ട് ഈ ലെവലിലോട്ടൊക്കെ വളർന്നു വന്നത്. പിന്നെ ഇവന് മാത്രം എന്താ പ്രത്യേകത? അവൻ്റെ പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവനൊരു ബോൺ ക്രിമിനലാണ്. ഇവനൊന്നും ഒരിക്കലും വെളിച്ചം പോലും കാണിക്കരുത്. ഈ ശിക്ഷാവിധിക്ക് വേറൊരു മാനം കൂടിയുണ്ട്. ഈ 4 പേരെ കൊന്നവൻ, സ്വന്തം അച്ഛനെയും അമ്മയും പെങ്ങളെയും കൊന്നവൻ, അവനാകെ കിട്ടിയ ശിക്ഷ എന്ന് പറയുന്നത് ഒരു ജീവപര്യന്തവും പിന്നെ 3-4 വർഷത്തെ അഡീഷണൽ ശിക്ഷ എല്ലാം കൂടി ചേർത്താണ് 26 വർഷം മറ്റേ കിട്ടിയെന്ന് പറയുന്നു. അത്രയല്ലേ കൊടുത്തുള്ളൂ എന്ന് മറ്റൊരു വക്കീല് മറ്റൊരു കേസിൽ, ഫോർ എക്സാമ്പിൾ അഫാന്റെ കേസിലൊക്കെ അവിടെ ഇതുപോലെ 5 പേരെ കൊന്നില്ലേ, അവനും ഇവനും വെക്കേണ്ട ഒരുപോലെയാണ്. ആ വക്കീൽ വാദിക്കും, എന്നിട്ട് അവനും അത് ശിക്ഷ കൊടുക്കരുതെന്ന് വാദിക്കും. കാരണം എന്താണ്? ഈ കോടതി ഇങ്ങനെ ശിക്ഷ കൊടുത്തില്ലേ, അതുകൊണ്ട് അവനും അതൊക്കെ മതി. ഈ ക്രിമിനൽ മൈൻഡുള്ളവർ ഏകദേശം ഒരു ധാരണയിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ, എടാ 1, 2, 3 പേരെയൊക്കെ കൊന്നാലും ഈ കേരളത്തിലല്ല ഇന്ത്യയിൽ നമുക്ക് സുഖമായിട്ട് ഊരിപ്പോരാം. 8-10 വർഷം ജയിലിൽ കിടക്കണം, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളെ, പുതിയ വക്കീൽ ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളെ ഇറക്കിക്കൊണ്ട് പോരും, അതല്ലെങ്കിൽ പരോൾ ഇഷ്ടം പോലെ കിട്ടും. പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത്? ഇപ്പോൾ ചെറുപ്പക്കാരുടെ മനസ്സിൽ ആ ക്രിമിനൽ മെൻറ്റാലിറ്റി, ആ ക്രിമിനൽ സ്വഭാവം വളർത്തിക്കൊണ്ട് വരികയാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ. അവർക്കിപ്പോൾ ഒരാളെ കൊല്ലാൻ പേടിയില്ല. ആയുധങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് പ്ലാൻ ചെയ്ത് കുറേ ഇൻ്റർനെറ്റിൽ നോക്കി കുറേ ഐഡിയകളൊക്കെ എടുത്തിട്ട് പോലും ആരെ സ്വന്തം വീട്ടിലുള്ളവരെ കൊല്ലാൻ മടിയില്ലാത്ത ചെറുപ്പക്കാരാണ് ഇപ്പോൾ ഉള്ളത്. ഈ ജീവപര്യന്തത്തിന് ശിക്ഷിച്ചിരിക്കുന്ന ഈ പ്രതിയുണ്ടല്ലോ, ഇവൻ ഹാപ്പി ആയിട്ടായിരിക്കും ജയിലിൽ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ 1-2 വർഷമൊക്കെ നല്ല നടപ്പൊക്കെ ആയിട്ട് കഴിയും. അത് കഴിയുമ്പോൾ അവന് പരോള് കിട്ടും. ഈ പരോള് കിട്ടും എന്ന് മാത്രമല്ല, ഇപ്പോൾ പുതിയൊരു അവതാരം കയറി വരും. ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് ഒരച്ഛൻ, ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് നടത്തുന്നവർ, അവർ വന്നിട്ട് ഒരു ബൈബിളൊക്കെ കൈ കൊടുത്തിട്ട് മകനെ നിന്നെ ഞാൻ മാനസാന്തരപ്പെടുത്താം, അല്ലെങ്കിൽ അവർ ചില ടെക്നിക്സ് ഒക്കെ അവന് പറഞ്ഞു കൊടുക്കും. നീ ഇങ്ങനെയൊക്കെ വേണം ജയിലിൽ ബിഹേവ് ചെയ്യാനായിട്ട്, ഇങ്ങനെയൊക്കെ പെരുമാറൂ, അപ്പോൾ ജയിലർമാർക്ക് നിന്നോട് സഹതാപം തോന്നും
എന്നുള്ള ട്രെയിനിങ് അവന് കൊടുക്കും. അവൻ ആ ട്രെയിനിങ് കിട്ടിയതിന് ശേഷം അവൻ ജയിലിൽ പോയിട്ട് കുറേ പേരുടെയും കുറേ ബൈബിളും ഒക്കെ കൊണ്ട് കൊടുത്തിട്ട് ഈ നാടകം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഒരു 3, 4, 5 വർഷം കഴിയുമ്പോഴേക്കും ആ നാടകം പരിപൂർണതയിലെത്തും. അവൻ കൺവിൻസ് ചെയ്യേണ്ടവരൊക്കെ ചെയ്യും. എല്ലാവർക്കും മനസ്സിലാവും, അയ്യോ അവൻ പാവമാണ്, അവന് മാനസാന്തരം വന്നു, ഇനി അവൻ നല്ലവനായിക്കോളും എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങും. അവൻ എന്നിട്ട് ഹാപ്പിയായിട്ട് ഇവാഞ്ചലിസമായിട്ട് നടക്കാം. ഇവാഞ്ചലിസം എന്ന് പറഞ്ഞാൽ സഭാപ്രവർത്തനങ്ങൾ, ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ഈസ് ദ ലോർഡ്, ജീസസ് ഈസ് ദ സേവിയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുവഴിയൊക്കെ നടക്കും. കുറേ പേര് അവനെ സപ്പോർട്ട് ചെയ്യാനും കുറേ പേര് അവന് വേണ്ടി പ്രാർത്ഥിക്കാനും കൈകുട്ടി പാടാനും അവൻ ഒരു ഹീറോ ആയിട്ട് മാറും. എത്ര കേസുകൾ, എത്ര ചരിത്രങ്ങളുണ്ട് ഇവിടെ. ഇതാ ആ ചരിത്രത്തിലെ താളുകളിലേക്ക് ഒരാളുടെ പേര് കൂടെ എഴുതി ചേർത്തോളൂ. ഞാൻ അവൻ്റെ പേര് പറയില്ല എന്ന് ഞാൻ പറഞ്ഞു. രക്ഷപ്പെട്ടു പോട്ടല്ലേ. കുടുംബത്തിലെ 4 പേരെ ക്രൂരമായി കൊലപ്പെടുത്തി മൃതദേഹങ്ങൾ ചുട്ടെരിച്ച കേരളത്തെ ഞെട്ടിച്ച സംഭവം. 2017 നടന്ന ഈ ദാരുണ സംഭവത്തിന് ശേഷം 8 വർഷങ്ങൾക്കൊടുവിലാണ് കേസിൽ തീർപ്പ് വരുന്നത്. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന അന്ധവിശ്വാസത്തിന്റെ മറവിൽ നടന്ന കൊലപാതകങ്ങൾ സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരുന്നു. പ്രതി കേതൽ ജിൻസൺ രാജിന്റെ മനസ്സിൽ അച്ഛനോടും കുടുംബാംഗങ്ങളോടുമുള്ള അടങ്ങാത്ത വൈരാഗ്യമാണ് ഈ കൂട്ടക്കൊലയ്ക്ക് കാരണമെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. മാനസിക വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ കേതലിന് യാതൊരു മാനസിക പ്രശ്നങ്ങളും ഇല്ലെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് കേസ് വിചാരണയിലേക്ക് കടന്നത്. നന്ദൻകോട് നടന്ന ഈ ദാരുണ സംഭവത്തിൽ കൊല്ലപ്പെട്ടത് ഡോക്ടർ ജീൻ പത്മ, അവരുടെ ഭർത്താവും റിട്ടയർഡ് പ്രൊഫസറുമായ രാജാ തങ്കം, അവരുടെ മകൾ കരോളിൻ, ഡോക്ടറുടെ ബന്ധുവായ ലളിത എന്നിവരാണ്. ഒരു മകന്റെ മനസ്സിൽ വളർന്ന വൈരാഗ്യം ദീർഘകാല ആസൂത്രണത്തിനൊടുവിൽ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നതിലേക്ക് നയിച്ചു. 2017 ഏപ്രിൽ 5-നാണ് ഈ ഞെട്ടിക്കുന്ന കൊലപാതകങ്ങൾ ആരംഭിച്ചത്. കേതൽ തന്റെ മാതാപിതാക്കളായ ജീൻ പത്മയെയും രാജാ തങ്കത്തെയും മകൾ കരോളിനെയും വീടിന്റെ 2ാം നിലയിലേക്ക് വിളിച്ചു വരുത്തി. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ടെന്നും അത് കാണിക്കണമെന്നും പറഞ്ഞാണ് അവരെ ആ സ്ഥലത്തേക്ക് എത്തിച്ചത്. കമ്പ്യൂട്ടറിന് മുന്നിൽ ഒരു കസേരയിൽ ഇരുത്തിയ ശേഷം പിന്നിൽ നിന്ന് ഓൺലൈൻ വഴി വാങ്ങിയ മഴു ഉപയോഗിച്ച് കഴുത്തിൽ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. വീട്ടിൽ താമസിച്ചിരുന്ന ബന്ധുവായ ലളിതയും കേതലിന്റെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. ഏപ്രിൽ 8-ന് രാത്രി വീടിന്റെ 2ാം നിലയിൽ നിന്ന് തീജ്വാലകൾ ഉയർന്നപ്പോൾ നാട്ടുകാർ ഓടിക്കൂടി. ഫയർഫോഴ്സ് എത്തി തീ അണച്ചപ്പോഴാണ് കത്തിക്കരിഞ്ഞ 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പെട്രോൾ വാങ്ങിക്കൊണ്ടുവന്ന മൃതദേഹങ്ങൾ ചുട്ടെരിച്ച ശേഷം കേതൽ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം കേതലിന്റെ മേൽ വീഴുമെന്ന് പോലീസിന് ഉടനടി മനസ്സിലായി. താനും കൊല്ലപ്പെട്ടുവെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ കേതൽ ഒരു ഡമ്മി ഉപയോഗിച്ചിരുന്നു. എന്നാൽ കേതലിനെ സംഭവസ്ഥലത്ത് കാണാതിരുന്നതും ഡമ്മിയുടെ സാന്നിധ്യവും പോലീസിന്റെ സംശയം ഉറപ്പിച്ചു. അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് ചെന്നൈയിലേക്ക് രക്ഷപ്പെട്ട കേതലിനെ 3 ദിവസത്തിനു ശേഷം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടി. പിടിയിലാകുമ്പോൾ കേതലിന്റെ കാലിന് പരിക്കേറ്റിരുന്നു. വീടിന് തീയിട്ടപ്പോൾ പരിക്കേറ്റതാണെന്ന് അവൻ പോലീസിനോട് പറഞ്ഞു. കൊലപാതകത്തിന്റെ കാരണം ചോദിച്ചപ്പോൾ എനിക്ക് ആത്മാക്കൾ ആകാശത്തേക്ക് പോകുന്നത് കാണണമായിരുന്നുവെന്ന് ചിരിച്ചുകൊണ്ട് കേതൽ മറുപടി നൽകി. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന വാക്ക് പോലീസിന് ആദ്യം അപരിചിതമായിരുന്നു. മാനസികാരോഗ്യ വിദഗ്ധരുമായുള്ള ചർച്ചകളിലൂടെയാണ് കൊലപാതകത്തിന്റെ പിന്നിലെ കാരണം വ്യക്തമായത്. കേതൽ ജിൻസൺ രാജിന്റെ മാതാപിതാക്കളായ ഡോക്ടർ ജീൻ പത്മയും രാജാ തങ്കവും ഉയർന്ന വിദ്യാഭ്യാസം നേടിയവരായിരുന്നു. മകനും അവരുടെ നിലവാരത്തിൽ എത്തണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ പഠനത്തിൽ അത്ര മിടുക്കനല്ലാതിരുന്ന കേതലിനെ മാതാപിതാക്കൾ 2 തവണ വിദേശത്ത് പഠനത്തിനായി അയച്ചു. ആദ്യം MBBS പഠനത്തിനായി ഫിലിപ്പീൻസിലേക്ക് അയച്ചെങ്കിലും പഠനം പൂർത്തിയാക്കാതെ അവൻ മടങ്ങി. പിന്നീട് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിൽ താല്പര്യം കണ്ടെത്തിയ കേതലിനെ ഓസ്ട്രേലിയയിലേക്ക് എഞ്ചിനീയറിംഗ് പഠനത്തിന് അയച്ചു. എന്നാൽ അവിടെയും പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവൻ തിരിച്ചെത്തി. നാട്ടിലെത്തിയ ശേഷം കേതൽ മിക്കപ്പോഴും മുറിക്കുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞു. അധികം ആരോടും സംസാരിക്കാത്ത ഒറ്റപ്പെട്ട ജീവിതം അവൻ നയിച്ചു. കമ്പ്യൂട്ടർ ഗെയിമുകൾ നിർമ്മിക്കുന്നതിൽ മിടുക്കനായിരുന്നെങ്കിലും അവയിൽ രക്തവും കൊലപാതകവും നിറഞ്ഞിരുന്നു. അച്ഛൻ രാജാ തങ്കം പഠനം പൂർത്തിയാക്കാത്തതിന്റെ പേര് പറഞ്ഞ് കേതലിനെ നിരന്തരം വഴക്കു പറഞ്ഞിരുന്നു. ഇതാണ് അവന്റെ മനസ്സിൽ വൈരാഗ്യം വളർത്തിയത്. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നത് ഒരുതരം അന്ധവിശ്വാസമാണ്. ഇതിനെ ഒടിവിദ്യയോ ബ്ലാക്ക് മാജിക് എന്നും വിശേഷിപ്പിക്കാം. വിശ്വാസത്തിന്റെ ഇരയായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി മറ്റൊരു ലോകത്തേക്ക് അയക്കാനുള്ള ഒരു പരീക്ഷണമായാണ് അവൻ ഈ കൊലപാതകങ്ങൾ നടത്തിയത്. ആസ്ട്രൽ പ്രൊജക്ഷൻ പഠിപ്പിക്കുന്ന വെബ്സൈറ്റുകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഇത്തരം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മധ്യകാല താന്ത്രികാചാരങ്ങളുമായി ബന്ധപ്പെട്ട ഈ വിശ്വാസങ്ങൾ പണം സമ്പാദിക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്താനും ചിലർ ഉപയോഗിക്കുന്നുണ്ടെന്ന് ചരിത്രം തെളിയിക്കുന്നു. കേതലിന്റെ കൊലപാതകം യാദൃശ്ചികമായിരുന്നില്ല. അത് ദീർഘനാളത്തെ ആസൂത്രണത്തിന്റെ ഫലമായിരുന്നു.
കൊലപാതകത്തിന് മുൻപ് അവൻ ഗൂഗിളിൽ വിവിധ കൂട്ടക്കൊലകളെ കുറിച്ച് സെർച്ച് ചെയ്തിരുന്നു. മഴു, പെട്രോൾ, പോളിത്തീൻ കവർ, തറ കഴുകാനുള്ള ലായനി എന്നിവ ഓൺലൈൻ വഴി വാങ്ങി. കൊലപാതകം നടത്തിയ ശേഷം ബന്ധുക്കളുടെ ഫോൺ കോളുകൾക്ക് മറുപടി നൽകുകയും വീട്ടുജോലിക്കാരെ കുടുംബം വിനോദയാത്രയ്ക്ക് പോയി എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. കേതലിന്റെ ബുദ്ധിപരമായ പെരുമാറ്റവും ആസൂത്രണവും അവന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് തെളിയിക്കുന്നതായി പ്രോസിക്യൂഷൻ വാദിച്ചു. അഭിഭാഷകരോട് കൃത്യമായി